അസ്സലാമലൈക്കും, വെൽക്കം ബാക്ക്. അപ്പൊ എല്ലാവരും സേഫ് ആയിട്ടും സന്തോഷമായിട്ടൊക്കെ ഇരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു കേട്ടോ. അൽഹംദുലില്ലാ ഞാനും സുഖമായിട്ടിരിക്കുന്നു. അപ്പൊ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്താണെന്ന് വെച്ചാല് ഒരു മീഷോ ഹോൾ വീഡിയോ ആണ്. അതായത് നമ്മൾ മീഷോയിൽ നിന്ന് വാങ്ങിച്ചിട്ടുള്ള കുറച്ച് ഡ്രസ്സസിന്റെ റിവ്യൂസ് ഒക്കെയാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഡ്രസ്സസ് എന്ന് പറയുമ്പോൾ ഒരു കോട്ട് ഡ്രസ് ഉണ്ട്, പിന്നെ നമുക്ക് കാഷ്വൽ ആയിട്ടൊക്കെ വെയർ ചെയ്യാൻ പറ്റുന്ന ഡ്രസ്സസ് ഉണ്ട്, പിന്നെ നമുക്കൊരു ഗൗൺ ഡ്രസ്സ് വരുന്നുണ്ട്, പിന്നെ ഒരു കുർത്തിയും കൂടി നമ്മൾ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. അപ്പൊ ഇതിന്റെയൊക്കെ റിവ്യൂസ് ആണ് ഇന്നത്തെ വീഡിയോയിലുള്ളത് കേട്ടോ. So once again, welcome back to Zionist and Family Vlogs. അപ്പൊ ഞാൻ ഫസ്റ്റ് കാണിച്ചു തരാൻ വേണ്ടിയിട്ട് പോണത് ഇതാ ഈ ഒരു ഡ്രസ്സാണ് കേട്ടോ. കണ്ടില്ലേ, ഒരു ഫുൾ ലെങ്ത്തിലാണ് ഇത് വന്നിട്ടുള്ളത്. ഇതൊരു ഗൗണോ അല്ലെങ്കിൽ ഒരു ഗൗൺ ഡ്രസ് എന്നൊക്കെ നമുക്ക് പറയാൻ പറ്റിയിട്ടുള്ള ഒരു ഡ്രസ്സാണ് കേട്ടോ. ഇനി ഇതിന്റെ മെറ്റീരിയൽ വന്നിട്ട് നല്ല പ്യുവർ കോട്ടൺ മെറ്റീരിയലാണ് ഇത് വന്നിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ നമുക്ക് ഇടുമ്പോഴല്ലേ നല്ല കംഫർട്ടബിൾ ആയിട്ട് ഫീൽ ചെയ്യുന്നുണ്ട് കേട്ടോ. നമുക്കിതൊരു കാഷ്വൽ വെയർ ആയിട്ടും സെയിം ടൈം നമുക്കൊരു ഫങ്ഷണൽ വെയർ ആയിട്ടൊക്കെ യൂസ് ചെയ്യാൻ പറ്റിയിട്ടുള്ള ഡ്രസ്സാണ്. ഇനി ഇതിന്റെ ഒരു നെക്ക് വന്നിട്ട് കണ്ടില്ലേ, ഒരു കോളർ ടൈപ്പ് ഓഫ് നെക്കാണ് വന്നിട്ടുള്ളത്. ചെറിയൊരു ഓപ്പണിംഗ് വന്നിട്ടുണ്ട്. ആ ഒരു ചെറിയൊരു ഓപ്പണിങ്ങേ ഉള്ളൂ, അത്ര വൈഡ് ആയിട്ടുള്ള ഓപ്പണിംഗ് ഒന്നും അല്ല. അതിന് താഴത്തോട്ടായിട്ട് ഒരു 3 ബട്ടൺ ഡീറ്റെയിലിംഗ് കൊടുത്തിട്ടുണ്ട് കേട്ടോ. നല്ല സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള ബട്ടൺ ആണ്. ഇതിന് യോക്ക് പോർഷനിൽ കുറച്ച് മിറർ വർക്ക്സ് ഒക്കെ കൊടുത്തിട്ടുണ്ട്. സോ അതിനോട് മാച്ചിങ് ആയിട്ട് നിൽക്കുന്ന ആ ഒരു സ്റ്റാൻഡേർഡ് കീപ്പ് ചെയ്യുന്ന ബട്ടൺ തന്നെയാണ് കൊടുത്തിട്ടുള്ളത്. ക്വാളിറ്റി ഉള്ളതാണ് കേട്ടോ, ക്വാളിറ്റി ഉള്ള ബട്ടൺ ആണ്. അതുപോലെ തന്നെ നല്ല സ്റ്റാൻഡേർഡ് ഫിനിഷിംഗ് വന്നിട്ടുള്ള മിറർ വർക്ക്സ് ആണ് കൊടുത്തിട്ടുള്ളത്. കണ്ടില്ലേ, അത് കഴിഞ്ഞ് ഈ ഒരു യോക്ക് പോർഷന്റെ താഴത്തോട്ടായിട്ട് ചെറിയ ചെറിയ പ്ലേറ്റ്സ് ഒക്കെ കൊടുത്തിട്ടുണ്ട്. പിന്നെ അങ്ങോട്ട് കുറച്ച് അംബ്രല്ല മോഡലിലാണ് ഈ ഒരു ഡ്രസ്സ് വന്നിട്ടുള്ളത് കേട്ടോ. ഇനി ഇതിന്റെ സ്ലീവ് വന്നിട്ട് ഫുൾ സ്ലീവ്സിലാണ് വന്നിട്ടുള്ളത്. ഇതിന്റെ വേറെയും കളർ കോമ്പിനേഷൻസ് അവൈലബിൾ ആണ്. എനിക്ക് തോന്നുന്നു ഒരു മെറൂൺ ആൻഡ് യെല്ലോ കോമ്പിനേഷനിൽ വരുന്നതുണ്ട്, ഒരു യെല്ലോ ഗ്രീൻ മെറൂൺ കോമ്പിനേഷനിൽ വരുന്നതുണ്ട്, ഒരു ബ്രൗണിൽ വരുന്നതുണ്ട്. അതിന് കുറച്ചധികം കളർ കോമ്പിനേഷനിൽ ഈ ഒരു ഡ്രസ്സ് അവൈലബിൾ ആണ് കേട്ടോ. ഞാൻ ഗ്രീൻ ചൂസ് ചെയ്യാനുള്ള കാരണം എനിക്ക് പൊതുവേ ഗ്രീൻ ഡ്രസ്സസ് കുറവാണ് കേട്ടോ. അതുകൊണ്ട് മാത്രമാണ് ഞാൻ ഈ ഒരു കളർ ചൂസ് ചെയ്തിട്ടുള്ളത്. ഇതെനിക്ക് ഇട്ടിട്ട് നല്ലൊരു എലഗന്റ് ലുക്ക് ഉണ്ട്. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായിട്ടുണ്ടായി ഈ ഡ്രസ്സ്. അപ്പം ഞാനിത് സ്റ്റൈൽ ചെയ്തിട്ടുള്ള ഒരു വീഡിയോ ഈ ഒരു സൈഡിൽ കൊടുക്കാം. അപ്പം നിങ്ങൾക്ക് ഏതാണ്ട് ഒരു ഐഡിയ കിട്ടും കേട്ടോ. ഈ ഡ്രസ്സിന്റെ പ്രൈസ് പറഞ്ഞില്ല, അതാണ് ഏറ്റവും ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളത്. ഇതിന്റെ ഒരു പ്രൈസ് വന്നിട്ട് 340 രൂപയാണ് കേട്ടോ. ആ ഒരു പ്രൈസിന് എന്തായാലും വർത്ത് ആണ്. എന്താ പറയാ, നല്ലൊരു സ്റ്റാൻഡേർഡ് ഫിനിഷിംഗിൽ വന്നിട്ടുള്ള ഡ്രസ്സാണ്. അതുകൊണ്ട് തന്നെ ആ ഒരു പ്രൈസിന് ഇതെന്തായാലും വർത്ത് ആയിട്ടുള്ള ഒരു ഡ്രസ്സ് തന്നെയാണ്. അപ്പൊ ഞാൻ എല്ലാം പറഞ്ഞു എന്ന് വിചാരിക്കുന്നു. അപ്പൊ നോക്കാം അടുത്ത ഡ്രസ്സ്. അപ്പൊ അടുത്ത ഡ്രസ്സ് കാണിച്ചു തരാൻ വേണ്ടിയിട്ട് പോണത് ഈ ഒരു ഡ്രസ്സാണ് കേട്ടോ. ഇതൊരു എന്താ പറയാ, നമുക്ക് കാഷ്വൽ ആയിട്ടൊക്കെ വെയർ ചെയ്യാൻ പറ്റിയിട്ടുള്ള ഒരു അടിപൊളി ഡ്രസ്സാണ്. ഇതിന്റെ സ്റ്റിച്ചിങ് ആണ് ഇതിന്റെ ഹൈലൈറ്റ് എന്ന് പറയുന്നത് കേട്ടോ. നമ്മൾ വെയർ ചെയ്ത് കഴിയുമ്പോൾ ഉണ്ടല്ലോ നല്ലൊരു എന്താ പറയാ, നല്ലൊരു സ്റ്റാൻഡേർഡ് ലുക്കില്ലേ, ഭയങ്കര എന്തൊന്നും എനിക്കറിയില്ല, നല്ലൊരു സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള ഡ്രസ്സൊക്കെ ഇല്ലേ, കുറച്ചധികം വിലയൊക്കെ കൊടുത്ത് നമ്മൾ മേടിക്കുന്ന ആ ഒരു കംപ്ലീറ്റ് ഒരു സ്റ്റാൻഡേർഡ് ഫിനിഷ് നമുക്ക് ഈ ഒരു ഡ്രസ്സിന് കിട്ടുന്നുണ്ട് കേട്ടോ. ഈ ഡ്രസ്സിനെ കുറിച്ച് പറയാന്നുണ്ടെങ്കിൽ കോട്ടൺ മെറ്റീരിയൽ ആണ് വന്നിട്ടുള്ളത്, നല്ല പ്യുവർ കോട്ടൺ മെറ്റീരിയൽ ആണ് വന്നിട്ടുള്ളത്. പിന്നെ എന്താ പറയുക, സീ ത്രൂ ഔട്ട് അല്ല, എന്നാലൊട്ട് നല്ല കട്ടിയുള്ള മെറ്റീരിയലും അല്ല. നമ്മൾ ഓക്കെ ആണ്, ഇട്ട് കഴിഞ്ഞാൽ അങ്ങനെ സീ ത്രൂ ഔട്ട് ആയിട്ട് അങ്ങനെയൊന്നുമില്ല, പക്ഷേ ഭയങ്കര കട്ടിയുള്ള മെറ്റീരിയൽ ഒന്നുമല്ല. പിന്നെ ഇതിൻ്റെ നെക്ക് വന്നിട്ട് കോളർ ടൈപ്പ് ഓഫ് നെക്കാണ് വന്നിട്ടുള്ളത്. അവിടുന്ന് ഒരു ഓപ്പണിംഗ് ഉണ്ട് കേട്ടോ. ഇത് കുറച്ച് വൈഡ് ആയിട്ടുള്ള ഓപ്പണിംഗ് ആണ്. നമുക്കൊരു ഇന്നറൊക്കെ ഇട്ട് കൊടുക്കാന്നുണ്ടെങ്കിൽ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാവുന്നതേ ഉള്ളൂ. പിന്നെ അവിടുന്ന് താഴത്തോട്ട് നമ്മുടെ യോക്ക് പോർഷൻ കുറച്ചിങ്ങനെ ഇറങ്ങിയിട്ടാണ് വന്നിട്ടുള്ളത്. അവിടെ നിന്ന് താഴത്തോട്ട് ഇതുപോലെ ഫ്രില്ല് പോലെ വന്നിട്ടുണ്ട് കേട്ടോ. ഫ്രില്ല് പോലെ കൊടുത്തിട്ട് ഇങ്ങനെ ഒരു അംബ്രല്ല മോഡലാണ് വന്നിട്ടുള്ളത്. പിന്നെ ഇതിൻ്റെ ഒരു ബാക്ക് പോർഷനിൽ നെക്കിൻ്റെ താഴത്തോട്ടായിട്ട് കുറച്ചിങ്ങനെ ഫ്രില്ല് പോലെ കൊടുത്തിട്ടുണ്ട്, കണ്ടില്ലേ, ഒരു ഫ്രില്ല് പോലെ വന്നിട്ടുണ്ട്. ഇനി ഇതിൻ്റെ ഒരു സ്ലീവ്സ് ആണ് എന്താ പറയുക എടുത്തു പറയേണ്ട കാര്യം. ഒരു നോർമൽ ഒരു ലൂസ് ഫിറ്റിൽ വന്നിട്ട് നോർമൽ സ്ലീവ്സിൻ്റെ എൻഡിലായിട്ട് ഇതുപോലെ ഫ്രിൽ ഡീറ്റെയിലിംഗ് ആണ് കൊടുത്തിട്ടുള്ളത്. ഇത് കുറച്ച് ഹൈലൈറ്റിംഗ് ആയിട്ട് ഈ ഡ്രസ്സിനെ കീപ്പ് ചെയ്യും കേട്ടോ. നമ്മൾ ഇട്ട് കഴിഞ്ഞാലും ഒരു സ്റ്റാൻഡേർഡ് ലുക്ക് ഇതിന് കൊടുക്കും. ഇനി ഇതിൻ്റെ പ്രൈസ് വന്നിട്ട് 374 രൂപയാണ്. ആ ഒരു പ്രൈസിന് ഇത് ഭയങ്കര വർത്തായിട്ട് തോന്നിയിട്ടാണ്. നമ്മൾ സ്റ്റൈൽ ചെയ്തിട്ടാണെങ്കിലും അടിപൊളിയാണ്. ഞാൻ സ്റ്റൈൽ ചെയ്തിട്ടുള്ള വീഡിയോ ഈ ഒരു സൈഡിൽ കൊടുക്കാം കേട്ടോ. അത് കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. കാരണം ഈ ഒരു പ്രൈസിന് ഇത് ഭയങ്കര വർത്തായിട്ട് തോന്നിയടാ. കാരണം നമ്മൾ കുറച്ചുകൂടി എമൗണ്ട് ഒക്കെ കൊടുത്ത് വാങ്ങിക്കുന്ന ഡ്രസ്സ് ഉണ്ടല്ലോ, ഇപ്പം മിന്ത്രയിലൊക്കെ അവൈലബിൾ ആയിട്ടുള്ള ആ ഒരു
അത്ര ക്വാളിറ്റി അല്ലെങ്കിലും ആ ഒരു സ്റ്റാൻഡേർഡ് ഒക്കെ നമുക്ക് ഇടുമ്പോൾ ഒരു ലുക്ക് കിട്ടുന്നുണ്ട്. അതാണ് ഞാൻ ഉദ്ദേശിച്ചത്. ഇതാണ് നമ്മുടെ സെക്കൻഡ് ഡ്രസ്. പിന്നെ ഇതിന്റെ കളർ കോംബോ സൂപ്പർ അല്ലേ, നല്ലൊരു പ്രിന്റഡ് ആയിട്ടാണ് വന്നിട്ടുള്ളത്. ബ്ലാക്കിൽ ഒരു വൈറ്റ് പ്രിന്റ്സ് ഒക്കെ കൊടുത്തിട്ട് നല്ല രസമായിട്ടാണ് വന്നിട്ടുള്ളത് കേട്ടോ. ടോട്ടലി ഈ ഡ്രസ്സ് അടിപൊളിയാണ്, എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നേരെ പോയി പർച്ചേസ് ചെയ്തോളൂ. അപ്പോൾ ഇതിൻ്റെ എല്ലാത്തിൻ്റെയും ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് അടുത്ത ഡ്രസ്സ് കാണാം. അപ്പോൾ ഞാൻ അടുത്ത ഡ്രസ്സ് കാണിച്ചു തരാം. അപ്പോൾ അടുത്തത് കാണിച്ചു തരാൻ വേണ്ടി പോണത് ഈ ഒരു കുർത്തിയാണ് കേട്ടോ. നല്ല സൂപ്പർ കുർത്തിയാണ്, കണ്ടില്ലേ? നല്ലൊരു കാഷ്വൽ ആയിട്ടൊക്കെ നമുക്ക് വെയർ ചെയ്യാൻ പറ്റിയിട്ടുള്ള ഒരു കുർത്തിയാണ് കേട്ടോ. അതായത് എന്താ പറയുക, ഇതിനൊരു കോളർ നെക്കാണ് വന്നിട്ടുള്ളത്. കണ്ടില്ലേ, കോളർ ടൈപ്പ് ഓഫ് നെക്കാണ്. ആ നെക്കിൻ്റെ ഇത് ഓപ്പണിംഗ് അല്ല, നമുക്കിവിടെ ബട്ടൺ കൊടുത്തിട്ടുണ്ട് കേട്ടോ. അത് താഴോട്ട് ഫുൾ ബട്ടണാണ് കൊടുത്തിട്ടുള്ളതെങ്കിലും നമുക്കിത് ഓപ്പൺ ചെയ്യാൻ പറ്റില്ല, ഫുൾ സ്റ്റിച്ചഡാണ്. പിന്നെ ഈ ഒരു ബട്ടൺ മാത്രമാണ് ഓപ്പൺ ചെയ്യാൻ പറ്റുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് ഫീഡിങ് ഫ്രണ്ടിലാണ് ഇത് സംഭവം, കുഴപ്പമൊന്നുമില്ല. നമുക്ക് ഫീഡിങ് ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരു കുർത്തിയാണ്. പിന്നെ ഇതിൻ്റെ ഒരു നല്ല രസമുള്ളൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ഒരു പ്രിന്റ് തന്നെയാണ് കേട്ടോ. വൈറ്റിൽ ലൈറ്റ് ബ്ലൂ ഒരു ഫ്ലോറൽ പ്രിന്റിലാണ് ഈ ഒരു കുർത്തി വന്നിട്ടുള്ളത്. ഒരു സ്റ്റാൻഡേർഡ് ലുക്ക് ഉണ്ട്. നമ്മളിതൊരു ജീനക്കൂടെയൊക്കെ സ്റ്റൈൽ ചെയ്ത് കഴിഞ്ഞാൽ അടിപൊളിയാണ്. ഞാനിതിങ്ങനെ എല്ലാത്തിലും അടിപൊളിയാണ് എന്ന് പറയുമ്പോൾ നിങ്ങൾ വിചാരിക്കും ഞാൻ ചുമ്മാ പറയാമെന്നാണ് കേട്ടോ. പക്ഷെ അല്ല, ഞാൻ സീരിയസ് ആയിട്ട് പറയാടാ. നല്ല രസമുണ്ട് കാണാൻ വേണ്ടിയിട്ട്. നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവും നല്ലൊരു എന്താ പറയുക, നല്ലൊരു സ്റ്റാൻഡേർഡ് ലുക്ക് ഉണ്ട്. അതുകൊണ്ടാണ് കേട്ടോ ഞാൻ ഇങ്ങനെ പറയുന്നത്. അല്ലെങ്കിൽ ഞാൻ ഉള്ളത് പറയും, കൊള്ളില്ലെങ്കിൽ ഞാൻ കൊള്ളില്ലാന്ന് തന്നെ പറയും. അപ്പോൾ അങ്ങനെയാണ് കാര്യങ്ങൾ. പിന്നെ ഇതിൻ്റെ സ്ലീവിനെ കുറിച്ച് പറയാമെന്നുണ്ടെങ്കിൽ ഒരു 3/4 സ്ലീവാണ് വന്നിട്ടുള്ളത്. പിന്നെ ഇതിൻ്റെ എൻഡിൽ ഇതുപോലെ ഇങ്ങനെ സ്റ്റിച്ച് ചെയ്തിട്ട് ഒരു ബട്ടനൊക്കെ കൊടുത്ത് ഇങ്ങനെ മടക്കി വെച്ച പോലത്തെ ഒരു ഫീല് കിട്ടുന്ന പോലെയാണ് ഇത് വന്നിട്ടുള്ളത്. സംഭവം അടിപൊളിയാണ്. പിന്നെ ഇതിൻ്റെ പ്രൈസ് വന്നിട്ട് ഒരു 347 അങ്ങനെ സംതിങ് ആണ്. ഒരു 300 അറൗണ്ടിലാണ് വന്നിട്ടുള്ളത്. എനിക്ക് എക്സാക്റ്റ് ആയിട്ട് ഓർമ്മയില്ല. ഞാൻ എന്തായാലും ഇതിൻ്റെ സൈറ്റിൽ എവിടെയെങ്കിലും കൊടുത്തേക്കാം പ്രൈസ് കേട്ടോ. പിന്നെ എന്താ പറയാനുള്ളത്, ഇതിന് എൻഡിൽ രണ്ടിൻ്റെയും സൈറ്റിൽ ഇങ്ങനെ നല്ലൊരു വലിയൊരു സ്ലിറ്റ് വരുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മൾ ഈ ഒരു ബട്ടൺ ഡീറ്റെയിലിംഗ് കഴിഞ്ഞിട്ട് ഇവിടെ നിന്ന് ഫ്രണ്ടിലായിട്ടും ചെറിയൊരു ഓപ്പണിംഗ് പോലെ വരുന്നുണ്ട് കേട്ടോ. ഇത്രയൊക്കെ ഉള്ളൂ ഈ ഡ്രസ്സിനെ കുറിച്ച് പറയാനുള്ളത്. പിന്നെ ഞാൻ സ്റ്റൈൽ ചെയ്തിട്ടുള്ളൊരു വീഡിയോ കൊടുക്കാം, അപ്പോൾ നിങ്ങൾക്ക് ഞാൻ പറയുന്നത് കറക്റ്റ് ആണെന്ന് മനസ്സിലാവും. പിന്നെന്താ പറയുക, ഇതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ടാവും. അത്രയൊക്കെ ഉള്ളൂ. സംഭവം അടിപൊളിയാണ് കേട്ടോ. അപ്പോൾ ഒരു 300 സംതിങ് റുപ്പീസിന് നമുക്കൊരു ക്യാഷ് വെയർ ആയിട്ട് അല്ലെങ്കിൽ ഒരു ഓഫീസ് വെയർ ആയിട്ട് ഒക്കെ യൂസ് ചെയ്യാനായിട്ട് അടിപൊളിയാണ്. നമുക്ക് ഡെയിലി യൂസ് ചെയ്യാനൊക്കെ പറ്റിയിട്ടുള്ള ഒരു നോർമൽ ആയിട്ടുള്ള ഒരു സ്റ്റാൻഡേർഡ് ലുക്കിൽ വന്നിട്ടുള്ള ഒരു കുർത്തി, അത്രയേ ഉള്ളൂ. അപ്പോൾ നമുക്ക് അടുത്ത ഡ്രസ്സ് കാണാം. അപ്പോൾ ഞാൻ അടുത്ത ഡ്രസ്സ് കാണിച്ചു തരാം. അടുത്തത് കാണിച്ചു തരാൻ വേണ്ടിയിട്ട് പോണത് നല്ല അടിപൊളിയായിട്ടുള്ള ഒരു കോട്ട് സെറ്റാണ് കേട്ടോ. അതായത് എന്താ പറയുക, അടിപൊളിയായിട്ടുള്ള മെറ്റീരിയലാണ്. കോട്ടൺ ബ്ലെൻഡഡ് മെറ്റീരിയലാണ് ഈ ഒരു കോട്ട് ഡ്രസ്സ് വന്നിട്ടുള്ളത് കേട്ടോ. ഒരു ഇതുപോലുള്ളൊരു ടീഷർട്ടും ഒപ്പം ഈ ഒരു പാൻസും ആണ് വന്നിട്ടുള്ളത്. ഒരു സിഗരറ്റ് ഫിറ്റിലൊക്കെ വന്നിട്ടുള്ള ഒരു ലൂസ് ഫിറ്റിലൊക്കെ വന്നിട്ടുള്ള ഒരു പാൻസാണ് വന്നിട്ടുള്ളത്. ഇതിൻ്റെ ക്വാളിറ്റിയാണ് അടിപൊളി ക്വാളിറ്റിയാണ് കേട്ടോ. കംഫർട്ടബിൾ ആയിട്ട് നല്ല സൂപ്പർ ക്വാളിറ്റിയിലാണ് വന്നിട്ടുള്ളത്. ഒരു 540 രൂപ ആ ഒരു പ്രൈസിലൊക്കെയാണ് ഇത് വന്നിട്ടുള്ളത് കേട്ടോ. ഇത് എന്താ പറയണ്ടേ, ആ ഒരു പ്രൈസിനില്ലേ സൂപ്പർബാണ്. നിങ്ങൾ കണ്ണും കൂട്ടി വാങ്ങിച്ചോളൂ, അത്ര അടിപൊളിയായിട്ടുള്ള ഡ്രസ്സാണ് കേട്ടോ. പിന്നില്ലേ ഇതിൻ്റെയൊക്കെ ഞാൻ നേരത്തെ എടുത്ത ഡ്രസ്സിൻ്റെയൊക്കെ സൈസ് ഞാൻ പറഞ്ഞിട്ടില്ല എന്നാണ് എൻ്റെ ഒരു ഓർമ്മ. ഞാൻ എടുത്തിട്ടുള്ള ഒരു സൈസ് എന്ന് പറഞ്ഞാൽ XL ആണ് കേട്ടോ. മിക്ക ഡ്രസ്സും ഞാൻ XL ആണ് ചൂസ് ചെയ്യാറ്. കാരണം എന്താ പറയുക, എനിക്കൊരു ടെൻഷനാണ് എടുക്കുമ്പോൾ ഇനി എങ്ങാനും ചെറുതായിട്ട് പോകുമോ എന്നൊക്കെ വിചാരിച്ച് ഞാൻ എപ്പോഴും XL ആണ് ചൂസ് ചെയ്യാറുള്ളത്. അത് എല്ലാം എനിക്ക് തോന്നുന്നു പെർഫെക്റ്റ് ഫിറ്റിൽ തന്നെയാണ് വന്നിട്ടുള്ളത്. പിന്നെ നമ്മൾ നേരത്തെ കാണിച്ച ഒരു എന്താ പറയുക ഒരു കുർത്തി സെറ്റ് ഉണ്ടല്ലോ, അത് മാത്രം ഞാൻ XL ഓർഡർ ചെയ്തെങ്കിലും XXL വന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതിൻ്റെ സൈസ് ഇഷ്യൂസ് ഉണ്ടായിരുന്നു കേട്ടോ. അത് കുറച്ച് ലൂസ് ഫിറ്റിലാണ് എനിക്ക് വന്നിട്ട് ഞാൻ പിന്നെ ഓൾട്ടർ ചെയ്തിട്ടാണ് യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ബാക്കിയെല്ലാം എനിക്ക് XL ഓക്കെ ആണ്. അപ്പോൾ അത് ഞാൻ മെൻഷൻ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, അതുകൊണ്ടാണ് കേട്ടോ പറഞ്ഞത്. അപ്പോൾ ഈ ഒരു ഡ്രസ്സും ഞാൻ ചൂസ് ചെയ്തേക്കുന്നത് XL തന്നെയാണ് കേട്ടോ. XL തന്നെയാണ് സൈസ് വന്നിട്ടുള്ളത്. ഇനി ഈ ഒരു കോട്ട് ഡ്രസ്സിനെ കുറിച്ച് പറയാമെന്നുണ്ടെങ്കിലുണ്ടല്ലോ,
എന്താ പറയാ, ഒരു അടിപൊളിയായിട്ടുള്ള ഒരു മെറ്റീരിയൽ, നല്ല സൂപ്പർ കംഫർട്ടബിൾ, നമുക്ക് കാഷ്വലായിട്ടൊക്കെ വെയർ ചെയ്യാനായിട്ട് ഇപ്പോഴത്തെ ഒരു ട്രെൻഡിനൊക്കെ അനുസരിച്ച് നമുക്ക് വെയർ ചെയ്യാനായിട്ട് അടിപൊളിയാണ്. പിന്നെ ഞാൻ എന്താ ചെയ്തതെന്ന് വെച്ചാൽ, ഇതൊരു ഹാഫ് സ്ലീവ്സിൽ വന്നിട്ടുള്ള ഒരു ടീഷർട്ടാണ്. അപ്പം ഞാൻ അതിൻ്റെ അകത്ത് ഒരു ഫുൾ സ്ലീവ്സിൽ വന്ന ഒരു ബ്ലാക്ക് ഇന്നറും കൂടി ഇട്ടിട്ടാണ് ഞാൻ സ്റ്റൈൽ ചെയ്തിട്ടുണ്ടായിരുന്നത് കേട്ടോ. എനിക്കത് അടിപൊളിയായിട്ട് തോന്നി. പിന്നെ പാൻസ് ആണെങ്കിലും ഒരു ലൂസ് ഫിറ്റിൽ വന്നിട്ടുള്ള ഒരു പാൻസ് ആണ്. പിന്നെ നിങ്ങൾ സൈസ് ചൂസ് ചെയ്യുമ്പോൾ വളരെയധികം കെയർഫുൾ ആയിരിക്കുക. ബിക്കോസ് എലാസ്റ്റിക് ടൈപ്പ് ഓഫ് പാൻസ് ആണ് വന്നിട്ടുള്ളത്. അതുകൊണ്ട് നമ്മൾ ചൂസ് ചെയ്യുന്ന സൈസിനനുസരിച്ച് ഇതും കുറച്ചുകൂടി ഇങ്ങനെ വലുതായിട്ട്, എന്താ പറയുക, സൈസ് വലുതായിട്ട് വരാനൊരു ചാൻസ് ഉണ്ട് കേട്ടോ. അപ്പോൾ ഇതെനിക്കിപ്പോൾ കറക്റ്റ് ഫിറ്റാണ്. അപ്പോൾ അതും കൂടി ഒന്ന് മനസ്സിൽ വെച്ചിട്ട് വേണം നമ്മൾ സൈസ് ചൂസ് ചെയ്യാനായിട്ട്. വേറെ ഒരു ഇഷ്യൂസും ഇല്ല. ഒരു 540 റുപ്പീസൊക്കെയാണ് ഇതിൻ്റെ പ്രൈസ് വന്നിട്ടുള്ളത്. അപ്പോൾ ആ ഒരു പ്രൈസിന് അടിപൊളിയാണ് കേട്ടോ. ഇതില്ലേ നമ്മൾ സ്റ്റൈൽ ചെയ്ത് കഴിഞ്ഞിട്ട് ഒരു കാര്യം പറയാൻ മറന്നു, ഇതിൻ്റെ കളേഴ്സ് വേറെയും അവൈലബിൾ ആണ്. ഞാനിപ്പോൾ ചൂസ് ചെയ്തേക്കുന്നത് ഒരു ബ്രൗൺ ഷെയ്ഡിൽ വന്നിട്ടുള്ളതാണ് കേട്ടോ. ഇതിൻ്റെ തന്നെ ഒരു മറൂൺ ഷെയ്ഡ് ഉണ്ട്, ബ്ലാക്ക് ഉണ്ട്, ഗ്രീൻ ഉണ്ട്, പിന്നെ അങ്ങനെ കുറച്ചധികം ഷെയ്ഡ്സ് അവൈലബിൾ ആണ്. സൈസും ഒരു XXL വരെയും സൈസും അവൈലബിൾ ആണ് കേട്ടോ. അപ്പോൾ അതൊക്കെയാണ് ഇത് പറയാനുള്ളത്. പിന്നെ ഇത് നമ്മൾ സ്റ്റൈൽ ചെയ്ത് കഴിഞ്ഞാലും സൂപ്പറാണ് കേട്ടോ. എന്താ പറയുക, നമുക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമാവും. ചിലത് നമ്മൾ കാണുമ്പോൾ ഭയങ്കരമായിട്ട് നമുക്ക് അടിപൊളിയാണെന്നൊക്കെ തോന്നും. പക്ഷെ നമ്മൾ സ്റ്റൈൽ ചെയ്യുന്ന സമയത്ത് അത്ര അടിപൊളിയായിട്ടൊന്നും നമുക്ക് ഫീൽ ചെയ്യില്ല. അതുകൊണ്ടാണ് കേട്ടോ ഞാൻ ഇങ്ങനെ നമ്മൾ സ്റ്റൈൽ ചെയ്തിട്ടുള്ള കാര്യം കൂടി ഞാൻ ഇങ്ങനെ ഇൻക്ലൂഡ് ചെയ്ത് പറയുന്നത്. അപ്പോൾ ഇത് എനിക്ക് കണ്ടപ്പോഴും എനിക്ക് ഇഷ്ടമായിട്ടുണ്ട്, നമ്മൾ സ്റ്റൈൽ ചെയ്തിട്ടും എനിക്ക് ഇഷ്ടമായിട്ടുണ്ട്. അതുകൊണ്ടാണ് ഞാൻ രണ്ടും പറയുന്നത് കേട്ടോ. പിന്നെ ഇത് ഞാൻ മീഷോ കണ്ട സമയത്ത് സത്യം പറഞ്ഞാൽ ഞാൻ നല്ല ഡൗട്ടിലാണ് ഇത് എടുത്തിട്ടുണ്ടായിരുന്നത്. കാരണം ക്വാളിറ്റി ഇഷ്യൂസ് എനിക്ക് നല്ല ഡൗട്ട് ഉണ്ടായിരുന്നു. പക്ഷേ ഉണ്ടല്ലോ, നല്ല മെറ്റീരിയലാണ്, സൂപ്പറായിട്ടാണ് വന്നിട്ടുള്ളത്. ഭയങ്കര കംഫർട്ടബിൾ ആയിട്ടുള്ളൊരു മെറ്റീരിയൽ. പിന്നെ നമ്മൾ സാധാരണ ഈ ഒരു ടീഷർട്ട്സ് ഒക്കെ വെയർ ചെയ്യുമ്പോൾ എന്താ ഭയങ്കര ബോഡി ഹഗ്ഗിങ് ആയിട്ടോ അങ്ങനെയൊന്നും ഇല്ല കേട്ടോ. നല്ല ഒരു കറക്റ്റ് ഫിറ്റിങ്ങിലാണ് ഇത് വന്നിട്ടുള്ളത്. നല്ല രസമുണ്ട്. അത്യാവശ്യം നമുക്ക് അടിപൊളിയായിട്ടൊക്കെ വെയർ ചെയ്യാൻ പറ്റിയിട്ടുള്ള നല്ലൊരു കോട്ട് സെറ്റാണ്. സോ നമുക്ക് അടുത്ത ഡ്രസ്സ് നോക്കാം. അപ്പോൾ ഞാൻ അടുത്ത ഡ്രസ്സ് കാണിച്ചു തരാം. അപ്പോൾ അടുത്ത ഡ്രസ്സ് വന്നിട്ട് ഈ ഒരു ഡ്രസ്സാണ് കേട്ടോ. ഇത് എനിക്ക് തോന്നുന്നു ഒട്ടുമിക്ക ആളുകളുടെയും വിഷ് ലിസ്റ്റിൽ കിടപ്പുണ്ടാകും, അല്ലെങ്കിൽ നിങ്ങൾ ഓൾറെഡി പർച്ചേസ് ചെയ്തിട്ടുണ്ടാകും, അല്ലെങ്കിൽ നിങ്ങൾ ഇത് വാങ്ങിക്കാൻ വേണ്ടി നിൽക്കുമായിരിക്കും. എന്താണെങ്കിലും ഈ ഡ്രസ്സിനെ കുറിച്ച് ഒരു പ്രോബ്ലം ഉണ്ട്, അത് ഞാൻ പറഞ്ഞുതരാം. അപ്പോൾ ആദ്യം ഞാൻ ഈ ഡ്രസ്സിനെ കുറിച്ച് പറയാം. ഈ ഡ്രസ്സ് വന്നിട്ട് അടിപൊളിയാണ്. ഒരു ബ്ലാക്കിൽ ത്രെഡ് വർക്കിലാണ് ഈ ഡ്രസ്സ് വന്നിട്ടുള്ളത് കേട്ടോ. ഇത് യോക്ക് പോർഷൻ കംപ്ലീറ്റ് ആയിട്ട് വന്നിട്ടുള്ള ത്രെഡ് വർക്കാണ്. ഇതിന്റെ കളർ കോമ്പിനേഷനൊക്കെ സൂപ്പറാണ്. ബ്ലാക്കിലായതുകൊണ്ട് തന്നെ നല്ല അട്രാക്റ്റീവായിട്ട് ഫീൽ ചെയ്യും കേട്ടോ. പിന്നെ ഇതിൻ്റെ ഒരു സ്ലീവ് വന്നിട്ട് കുറച്ച് ലൂസ് ഫിറ്റിൽ വന്നിട്ടുള്ള സ്ലീവാണ് കേട്ടോ. എന്നിട്ട് ഇതിൽ ത്രെഡ് വർക്ക് വന്നിട്ട് ഇതിൻ്റെ എൻഡിലായിട്ട് ഒരു ചെറിയൊരു ഹാങ്ങിങ് ഡീറ്റെയിലിംഗ് പോലെ കൊടുത്തിട്ടുണ്ട് കേട്ടോ. അത് ബ്ലാക്കിൽ തന്നെയാണ് വന്നിട്ടുള്ളത്. അതൊക്കെ നല്ല രസമായിട്ടുണ്ട്. ഈ ഡ്രസ്സിൻ്റെ ഹൈലൈറ്റ് എന്ന് പറയുന്നത് ഇതൊക്കെയാണ് കേട്ടോ. പിന്നെ ഈ ഡ്രസ്സിൻ്റെ യോക്ക് പോർഷൻ്റെ താഴത്തോട്ടായിട്ട് ഫ്രില്ല് പോലെ കൊടുത്തിട്ട് പിന്നെ അവിടെ നിന്ന് ഇങ്ങനെ കട്ടിങ് പോലെ അംബ്രല്ല പോലെ വന്നിട്ടുണ്ട്. ഇതിൻ്റെ എൻഡിലായിട്ടും ഈ ഒരു ഹാങ്ങിങ് ഡീറ്റെയിലിംഗ് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എല്ലാം കൊണ്ടും സൂപ്പറാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടുള്ള ഒരു ഡ്രസ്സായിരുന്നു. പ്രൈസ് വന്നിട്ട് 320 രൂപയാണ്. ആ ഒരു പ്രൈസിന് ഇത് വർത്ത് ആണോ എന്ന് ചോദിച്ചാൽ ഇതിനുള്ളൊരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ, ഇതിൻ്റെ ഈ ഒരു ഇതുണ്ടല്ലോ, ത്രെഡ് വർക്ക് ഉണ്ടല്ലോ, കണ്ടില്ലേ? ഈ ത്രെഡ് വർക്ക് ഇതുപോലെ, ഇതിപ്പോൾ ഞാൻ വാങ്ങിച്ചിട്ട് കുറച്ചായിട്ടോ, എനിക്ക് തോന്നുന്നു ഒരു 2 മാസത്തിൽ എബവ് പോയി ഞാൻ ഈ ഒരു ഡ്രസ്സ് വാങ്ങിച്ചിട്ട്. പക്ഷെ ഞാൻ യൂസ് ചെയ്തേക്കുന്നത് വളരെ കുറവാണ്. 1-2 തവണയും മാത്രമേ ഞാൻ ഈ ഡ്രസ്സ് യൂസ് ചെയ്തിട്ടുള്ളൂ. അതിനുശേഷം ഞാനിത് വാഷ് ചെയ്തേക്കണതും ഹാൻഡ് വാഷ് തന്നെയാണ് ചെയ്തിട്ടുള്ളത്. ഞാൻ മെഷീൻ വാഷ് ചെയ്യാറില്ല. ഇങ്ങനെയുള്ള ഡ്രസ്സുകളെല്ലാം ഞാൻ ഹാൻഡ് വാഷാണ് ചെയ്യാറ്. എന്നിട്ട് പോലും ഈ ഒരു ഡ്രസ്സിൻ്റെ ഇത് കണ്ടില്ലേ, ത്രെഡ് വർക്ക് കണ്ടോ? ഇതിൻ്റെ ഒരു സ്ലീവാണ്. സ്ലീവിൽ ഈ ത്രെഡ് വർക്ക് കണ്ടില്ലേ? കണ്ടോ? ഇതുപോലെ ഇതിങ്ങോട്ട് വിട്ടുപോരുന്നു കേട്ടോ, എല്ലാ ഭാഗത്തുനിന്നും. അപ്പം ഞാൻ ആദ്യം കരുതിയത് ഇതെന്തെങ്കിലും ആ ഒരു
ആ ഒരു പോർഷൻ മാത്രമായിരിക്കും എന്നാണ്. പക്ഷെ മിക്ക പോർഷനിൽ നിന്നും നമുക്ക് കുറച്ച് കഴിയുമ്പോൾ ഇതേപോലെ ഇതിങ്ങനെ നൂല് പോലെ കണ്ടില്ല, ഇതിങ്ങനെ വിട്ട് വിട്ട് പോരുന്നുണ്ട്. അപ്പോൾ ഇതിങ്ങനെ പോന്നു കഴിഞ്ഞാൽ ഈ ഒരു ത്രെഡ് വർക്ക് കംപ്ലീറ്റ് ആയിട്ട് പോകും. അപ്പോൾ അതുകൊണ്ടിട്ട് ഇതെനിക്ക് അത്രത്തോളം വേർത്താണെന്ന് തോന്നുന്നില്ല. 320 രൂപ അടിപൊളിയാണ്, കാണാനും ഒക്കെ രസമുണ്ട്, നല്ല രസമുണ്ട്, നമ്മൾ ഇട്ടിട്ടും ഒക്കെ അടിപൊളിയാണ്. പക്ഷേ സംഭവം ഇതാണ്, ഇതിങ്ങനെ പോരുന്ന കൊണ്ടിട്ട് എനിക്കിത് വേർത്താണെന്ന് പറയാൻ വേണ്ടിയിട്ട് പറ്റുന്നില്ല. അപ്പോൾ നിങ്ങൾ പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ ഇതുകൂടി അറിഞ്ഞു വെച്ചിട്ട് വേണം നിങ്ങൾ വാങ്ങിക്കാനാട്ടോ. കാരണം നമുക്ക് അറിയാൻ പറ്റില്ല, ഇതിപ്പോൾ ഈ ഓപ്പോഷനിൽ നിന്നാണെങ്കിലും സ്ലീവിൽ നിന്നൊക്കെ ആണെങ്കിലും ഇങ്ങനെ പല സ്ഥലത്തു നിന്നായിട്ട് ഇതേ ത്രെഡ് വർക്ക് ഊരി പോകുന്നുണ്ട് കേട്ടോ. അപ്പം ഞാൻ കട്ട് ചെയ്ത് കൊടുത്ത്, പക്ഷെ അത് വീണ്ടും അങ്ങനെ തന്നെ വരുന്നുണ്ട്. അതെന്താണ് സംഭവം എന്ന് എനിക്കറിയില്ല. അപ്പോൾ അങ്ങനെ ഒരു പ്രോബ്ലം ഈ ഒരു ഡ്രസ്സിനുണ്ട്. അപ്പോൾ അതൊക്കെയാണ് ഈ ഒരു ഡ്രസ്സിനെ കുറിച്ച് പറയാനുള്ളത്. കാണാനൊക്കെ നല്ല രസമുണ്ട്, നല്ല മൊഞ്ചുണ്ട്, നമ്മൾ ഇട്ടിട്ടും അടിപൊളിയാണ്. പക്ഷേ ഇതാണ് ഇതിൻ്റെ ഒരു ഇഷ്യൂ എന്ന് പറയാനുള്ളത്. പിന്നെ ഇതിൻ്റെ നെക്കൊക്കെ വന്നിട്ട് ഒരു റൗണ്ട് നെക്കാണ്, എന്നിട്ട് ജസ്റ്റ് ഒരു ഓപ്പണിംഗ് പോലെയൊക്കെ കൊടുത്തിട്ട് സൂപ്പറാണ്. പക്ഷേ ഈ ഒരു ഇഷ്യൂ ഈ ഒരു ഡ്രസ്സിനുണ്ട്. അപ്പോൾ അതൊക്കെയാണ് ഈ ഒരു ഡ്രസ്സിനെ കുറിച്ച് പറയാനുള്ളത്. അപ്പോൾ ഞാൻ അടുത്ത ഡ്രസ്സ് കാണിച്ചു തരാം. അപ്പോൾ അടുത്ത ഡ്രസ്സ് വന്നിട്ട് ഈ ഒരു കുർത്തിയാണ് കേട്ടോ, ഒരു ഷോർട്ട് കുർത്തിയാണിത്. ഇതിൻ്റെ കളർ വന്നിട്ട് ഒരു ബ്ലൂവിൽ വൈറ്റ് ഫ്ലോറൽ പ്രിൻ്റ് ആണ് വന്നിട്ടുള്ളത്. ഓക്കെ, ഇനി ഇതിൻ്റെ ഒരു സ്ലീവ് ആണെങ്കിൽ ഒരു 3/4 നോർമൽ സ്ലീവാണ് വന്നിട്ടുള്ളത്. പിന്നെ ഇതിൻ്റെ നെക്ക് വന്നിട്ട് ഒരു റൗണ്ട് ടൈപ്പ് ഓഫ് നെക്ക് വന്നിട്ട് ചെറിയൊരു ഓപ്പണിംഗ് പോലെ കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇതിപ്പോൾ മിക്ക ഡ്രസ്സും നമ്മളിന്ന് കാണിച്ചതിൽ ഈ ഒരു ചെറിയ ഓപ്പണിംഗ് പോലെ വന്നിട്ടുണ്ട്. ഇതിപ്പോൾ ട്രെൻഡാണോ എന്ന് എനിക്കറിയില്ല. അപ്പോൾ അതാണ് ഈ ഒരു ഡ്രസ്സ് വന്നിട്ടുള്ളത്. ഇതൊരു കാഷ്വലായിട്ട് നമുക്ക് വെയർ ചെയ്യാൻ പറ്റിയിട്ടില്ല, അല്ലെങ്കിൽ നമുക്കൊരു ഓഫീസിൽ പോകുമ്പോൾ അല്ലെങ്കിൽ കോളേജിലൊക്കെ പോകുമ്പോൾ നമുക്ക് ഡെയിലി വെയർ ചെയ്യാൻ പറ്റിയിട്ടുള്ള ഒരു ഷോർട്ട് കുർത്തി, അത്രയേ ഉള്ളൂ കേട്ടോ. പിന്നെ ഇതിൻ്റെ പ്രൈസ് വന്നിട്ട് 210 രൂപയാണ്. ആ ഒരു പ്രൈസിന് അടിപൊളിയാണ്. പിന്നെ ഇതിൻ്റെ ഒരു പ്രശ്നം എന്ന് പറയാമോ എന്ന് എനിക്കറിയില്ല, ചിലവർക്കത് ഓക്കെ ആയിരിക്കും. എനിക്കൊരു പ്രശ്നമായിട്ട് തോന്നിയത് ഇതിൻ്റെ ലെങ്ത്താണ്. ഇതിൻ്റെ ലെങ്ത്ത് ഭയങ്കര കുറവാണ്, അതായത് ഒരു ടൈ ലെങ്ത്ത് വരെയൊക്കെ നമുക്ക് പറയാൻ പറ്റുള്ളൂ, അത്രയൊക്കെ ഉള്ളൂ ഇതിൻ്റെ ലെങ്ത്ത് എന്ന് പറയാനായിട്ട്. ഞാൻ സ്റ്റൈൽ ചെയ്തിട്ടുള്ള ഒരു വീഡിയോ ഞാൻ സൈഡിൽ കൊടുക്കാം, അപ്പോൾ നിങ്ങൾക്ക് ഇതിൻ്റെ ലെങ്ത്തിനെ കുറിച്ചൊരു ഐഡിയ കിട്ടും. പിന്നെ ബാക്കിയെല്ലാം കൊണ്ടും കുഴപ്പമൊന്നുമില്ല. കോട്ടൺ മെറ്റീരിയലാണ് വന്നിട്ടുള്ളത്, നമുക്ക് വളരെ കംഫർട്ടബിൾ ആയിട്ട് വെയർ ചെയ്യാൻ പറ്റിയിട്ടുള്ള ഒരു കോട്ടൺ ആയിട്ടുള്ള ഒരു ഷോർട്ട് കുർത്തി. എനിക്കിപ്പോൾ ഈ ഒരിടയായിട്ട് ഷോർട്ട് കുർത്തിനോടുള്ളൊരു ഇഷ്ടം കൂടി വരുന്നുണ്ട് കേട്ടോ. അറിയില്ല എന്താണ്, ഒരു ലൂസ് ജീൻസിനെ കൂടെയും അല്ലെങ്കിൽ ലൂസ് ഫിറ്റായിട്ടുള്ള പാൻസിനെ കൂടെയൊക്കെ പെയർ ചെയ്ത് കഴിഞ്ഞാൽ അടിപൊളിയായിട്ട് തോന്നാറുണ്ട്. നമുക്ക് കാഷ്വലായിട്ടൊക്കെ എവിടെയെങ്കിലും പോകുമ്പോഴൊക്കെ ആണെങ്കിലും സൂപ്പറാണ്. അപ്പോൾ അതുകൊണ്ട് എനിക്ക് ഈ ഇടയായിട്ട് ഞാൻ ഏതൊരു ഡ്രസ്സ് നോക്കുമ്പോഴും ഓട്ടോമാറ്റിക്കലി ഈ ഒരു ഷോർട്ട് കുർത്തിയിലേക്കുള്ള ഒരു പോക്ക് കുറച്ച് കൂടിയിട്ടുണ്ട്. അപ്പോൾ അത്രയൊക്കെ ഉള്ളൂ ഈ ഒരു ഡ്രസ്സിനെ കുറിച്ചിട്ട്. നല്ല സൂപ്പറായിട്ടുള്ള ഒരു വൈറ്റ് ഫ്ലോറൽ പ്രിൻറ്റിലാണ് ഈ ഒരു കുർത്തി വന്നിട്ടുള്ളത്. അത്യാവശ്യം ഒരു ലൂസ് ഫിറ്റിലൊക്കെ വന്നിട്ടുള്ള ഒരു സൂപ്പർ കുർത്തി. ഇനി ഇതിൻ്റെ ഒരു സൈസ് ഞാൻ ചൂസ് ചെയ്തിട്ടുള്ളത് XXL ആണ് കേട്ടോ. കാരണം എനിക്കിങ്ങനെ ഷോർട്ട് കുർത്തീസൊക്കെ എടുക്കുമ്പോൾ ഞാൻ നോർമലായിട്ട് കുറച്ചൊരു ലെങ്ത്ത് കൂട്ടിയെടുക്കും. അപ്പോൾ ഞാൻ നോർമലി എടുക്കുന്നത് XL ആണെങ്കിൽ ഞാൻ ഇങ്ങനെയുള്ള ഒരു ഷോർട്ട് കുർത്തീസൊക്കെ എടുക്കുമ്പോൾ ഞാൻ XXL എടുക്കാൻ വേണ്ടി ട്രൈ ചെയ്യാറുണ്ട്. അതേപോലെ തന്നെ നമ്മൾ ഷർട്ട് ഡ്രസ്സൊക്കെ ഇല്ലേ, അതൊക്കെ എടുക്കുമ്പോഴും ഞാൻ കുറച്ചൊരു സൈസ് കൂട്ടിയെടുക്കാൻ വേണ്ടിയിട്ട് ട്രൈ ചെയ്യാറുണ്ട്. അപ്പോഴേ നമുക്കൊരു ലൂസ് ഫിറ്റിൽ ഇത് വന്ന് നിൽക്കത്തുള്ളൂ, അതുകൊണ്ടാണ് കേട്ടോ. അപ്പോൾ അത്രയൊക്കെ ഉള്ളൂ ഈ ഡ്രസ്സിനെ കുറിച്ച്. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ കാണിച്ചിട്ടുള്ള ഡ്രസ്സുകളും അതിൻ്റെ റിവ്യൂ ഒക്കെ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. അപ്പോൾ വീണ്ടും നമ്മളൊരു മീഷോ ഹോളൊക്കെ ആയിട്ട് വരുന്നതാണ്. അപ്പോൾ ഇൻഷാ അല്ലാഹ് അതുപോലെ തന്നെ നമ്മുടെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. അതോടൊപ്പം നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് നമ്മുടെ ഫാമിലിയോടൊപ്പം ചേരാം. അല്ലെങ്കിൽ നിങ്ങളുടെ കമൻസ് ഒക്കെ നമ്മുടെ കമൻറ്റ് ബോക്സിൽ ഇട്ടേക്കുക, ഞാൻ വായിച്ചിട്ട് അതിന് റിപ്ലൈ ചെയ്യുന്നതാണ്. അപ്പോൾ അത്രയൊക്കെ ഉള്ളൂ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത്. നമുക്ക് അടുത്ത വീഡിയോ ആയിട്ട് പെട്ടെന്ന് തന്നെ കാണാം. ബൈ.